വെൽക്കം ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. എൻ്റെ പേര് അമിത് ജോർജ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മോണോലിത്ത് എന്ന് പറയുന്ന ടൈൽസിന്റെ കളക്ഷനാണ്. അപ്പോൾ ആദ്യം ഈ കമ്പനിയെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. മോണോലിത്ത് എന്ന കമ്പനി ഗുജറാത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്വിപ്ഡ് അല്ലെ ടെക്നിക്കലി ഏറ്റവും നന്നായിട്ട് എക്വിപ്പ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. പല ബ്രാൻഡഡ് കമ്പനീസിന് വേണ്ടിയിട്ടും ജോബ് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. എന്ന് വെച്ചാൽ വലിയ കമ്പനീസ്, ഫോർ എക്സാമ്പിൾ സിംബോളോ പോലത്തെ കമ്പനീസിന് സ്വന്തമായിട്ട് എല്ലാ മെറ്റീരിയലും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പം അവർ നല്ല കമ്പനീസ്, അവരുടെ പോലെ തന്നെ നല്ല എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന കമ്പനീസിന്റെ ഫാക്ടറീസ് അവർ ഹയർ ചെയ്തിട്ട് അവിടെ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കൊടുക്കും. സോ ഈ ഒരു ജോബ് വർക്ക് വലിയ കമ്പനീസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മോണോലിത്തുമായിട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ പുറകോട്ട് പോകുന്നുണ്ട്. 4-5 വർഷമായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ മോണോലിത്തിന്റെ മെറ്റീരിയൽസ് ഡീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ബ്രാൻഡഡ് മെറ്റീരിയൽസിനെക്കാട്ടിലും കൂടുതൽ അഭിപ്രായം വരുന്ന ഒരു സോർട്ട് ഓഫ് അൺബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ്. പക്ഷേ പേര് കേട്ടിട്ടില്ലെങ്കിലും ശരിക്കും ഒരു ബ്രാൻഡഡ് മെറ്റീരിയൽ തന്നെയാണ്. കാരണം സിംബോളോ പോലത്തെ ഒരു കമ്പനിക്ക് ജോബ് വർക്ക് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ്. പക്ഷേ ഇതെല്ലാം ഡീലർ ലെവലിൽ ഞങ്ങൾ അറിയുന്ന കാര്യമാണ്. മേക്ക് ഷുവർ അൺബ്രാൻഡഡ് മെറ്റീരിയൽ മേടിക്കുകയാണെങ്കിൽ ആ അൺബ്രാൻഡഡ് മെറ്റീരിയൽ ഏതെങ്കിലും ബ്രാൻഡഡ് കമ്പനിക്ക് ജോബ് വർക്ക് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് മേടിക്കാവുന്നതാണ്. സോ ഇവിടെ മോണോലിത്തിനകത്ത് നമുക്ക് പോളിഷ്, മാറ്റ് ആൻഡ് കാർവിംഗ് 3 കാറ്റഗറിയുടെ മെറ്റീരിയൽ ഉണ്ട്. ഹൈഗ്ലോസ് പോളിഷ് നമ്മൾ എടുത്തിട്ടില്ല. കാരണം ഹൈഗ്ലോസ് പോളിഷിന് എടുക്കാത്തതിന് 2 റീസൺ ഉണ്ട്. ഒന്ന്, ഹൈഗ്ലോസ് പോളിഷ് എപ്പോഴും വളരെ റിച്ച് കളേഴ്സിലായിരിക്കും വരുന്നത്. സോ വിച്ച് മീൻസ് ഹൈഗ്ലോസ് പോളിഷിന്റെ ഹൈഗ്ലോസ് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഈ നിറങ്ങളൊക്കെ വന്നാലേ നമുക്ക് ഹൈഗ്ലോസ് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ കജാരി ഇൻഫിനിറ്റിയാ, ഇത് നോക്കണ്ട. സോ ലൈറ്റ് ഷെയ്ഡ്സിനകത്ത് നമുക്ക് ഹൈഗ്ലോസ് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ്, ഹൈഗ്ലോസ് ഫിനിഷേഴ്സ് ആർ ഡേഞ്ചറസ്. ലൈക്ക് നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ട് ഒരു വീട് മൊത്തം ഹൈഗ്ലോസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പ്രായമായവർ അല്ലെങ്കിൽ ചെറുപ്പക്കാർ അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് ഈ ഫ്ലോർ യൂസ് ചെയ്യുന്നവർക്ക് തെന്നി വീഴാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഹൈഗ്ലോസസിൽ ഞങ്ങൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നോർമൽ പോളിഷ്, നോർമൽ മാറ്റ് ആൻഡ് കാർവിംഗ് ഫിനിഷ്. സോ ഓരോന്നോരോന്നായിട്ട് ഈ കളക്ഷൻ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. എൻ്റെ ലെഫ്റ്റിൽ കാണുന്ന ഇത് എൻലെസ് ടസ്കൻ ക്രീമ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ കാർവിംഗ് ടൈലാണ്. കാർവിംഗ് ടൈൽ എന്ന് വെച്ചാൽ ഗോൾഡൻ ബേസ് ആണ് ടൈലിന്. ഗോൾഡൻ യെല്ലോ ബേസിനകത്ത് നമുക്ക് ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് കളറിലെ കാർവിങ്ങും അതിനകത്ത് ഡാർക്ക് ചോക്ലേറ്റ് കളറിലെ ഗ്ലിറ്റർ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയേക്കുന്നത്. അപ്പം ഈ ടൈലിനകത്ത് ഫുട്ടേജിനകത്ത് നമുക്ക് കാണാൻ പറ്റും വളരെ കൂടുതൽ നമുക്ക് സെലക്ഷൻ വരുന്നതും ഒരുപാട് കൊണ്ടുപോയ കസ്റ്റമേഴ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലുമാണ് എൻലെസ് ടസ്കൻ ക്രീമ. നമുക്ക് എൻലെസ് ടസ്കൻ ക്രീമ തന്നെ നമുക്ക് എൻലെസ് ടസ്കൻ ഗ്രേയിലും ഉണ്ട്. അപ്പോൾ ഈ സെയിം മെറ്റീരിയൽ നമുക്ക് ഗ്രേ കളറിലും വരും. ഗ്ലിറ്ററിന്റെ കളർ ഗോൾഡൻ ബ്രൗണിൽ നിന്ന് മാറി ഒരു അലുമിനിയം, ഒരു സിൽവർ കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയലിലേക്ക് മാറും. സോ ഗോൾഡിന്റെ കൂടെ ചോക്ലേറ്റ് കളർ ആണെങ്കിൽ ഗ്രേയുടെ കൂടെ സിൽവർ കളർ വരും. സോ അതാണ് ഈ 2 കോമ്പിനേഷൻ. പക്ഷേ ഞാൻ നേരത്തെ കാർവിങ്ങിനെ കുറിച്ച് എടുത്ത വീഡിയോസിനകത്ത് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാർവിംഗ് ടൈൽസ് മാറ്റിനെക്കാട്ടിലും വ്യത്യാസം. കാരണം കാർവിങ്ങിന്റെ സർഫേസ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. മെയിൻറ്റെയിൻ ചെയ്യാൻ കാർവിംഗ് മാറ്റിനെക്കാട്ടിലും ഈസിയാണ്, അല്ലെങ്കിൽ നോർമൽ മാറ്റിനെക്കാട്ടിലും, റസ്റ്റിക് മാറ്റിനെക്കാട്ടിലും. ഇപ്പോൾ നമുക്ക് സാറ്റിൻ മാറ്റ് ആണ്, അല്ലെങ്കിൽ നോർമൽ മാറ്റ് ആണ്, അല്ലെങ്കിൽ സ്മൂത്ത് മാറ്റ് ആണെങ്കിൽ അതും ഈക്വലി ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷേ കാർവിങ്ങിന്റെ സർഫേസ് ഒരു പ്രത്യേക ഫീലാണ്. അത് കാർവിംഗ് യൂസ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സും അത് ഏറ്റു പറയുന്നുണ്ട്. മോണോലിത്ത് കൊണ്ടുപോയ കസ്റ്റമേഴ്സ് തന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ടെസ്റ്റിമോണിയൽസ് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് എൻലെസ് ടസ്കൻ ക്രീമ ഫോർ യു. ഇനി ഇതിന്റെ ഗ്രേ കളർ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ഓഷ്യൻ സ്കൈ. ഓഷ്യൻ സ്കൈ നമുക്കറിയാം ഒരു അക്വാ ഗ്രീൻ കളറിലെ ഒനിക്സ് പ്രിന്റ് ആണ്. ഈ കളർ നമ്മൾ ശരിക്കും ബാത്റൂം കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഫുട്ടേജിനകത്ത് ഇപ്പോൾ കാണിക്കും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസും കഴിഞ്ഞ ദിവസത്തെ റീൽസും എല്ലാം അതിന്റെ പുറത്തായിരുന്നു. വളരെ സക്സസ്ഫുൾ ടൈൽ സെറ്റ് ആണ് ബാത്റൂമിന് വേണ്ടിയിട്ട്. ഇതേ കളർ, ഇതേ ഒനിക്സ് പ്രിന്റ് ഓഫ് വൈറ്റ് കളറിലും അക്വാ ഗ്രീൻ കളറിലും. ഇത് നോർമൽ പോളിഷിലാണ് വരുന്നത്. വീട്ടിൽ വിരിച്ച ബ്യൂട്ടിഫുൾ ആയിരിക്കും. 160/80 സൈസ് ആണ്. നെക്സ്റ്റ് ടൈൽ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് സാച്ചുവാരിയോ റോക്ക് പോളിഷ് ആണ്. സാച്ചുവാരിയോ റോക്ക് പോളിഷ് പല പേരിലും മാർക്കറ്റിലൊക്കെ, കജാരിയയ്ക്ക് ഒരു നല്ല ടൈലുണ്ട്, ഇയോൺ മർഫിൽ എന്ന് അറിയപ്പെടുന്ന ഈ സെയിം പ്രിന്റ്. ഇതേപോലെ എല്ലാ കമ്പനിക്കും ഈ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ കെറോനൈറ്റിനും ഈ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് 4x2 സൈസിൽ. സോ ഏത് കമ്പനിയുടെ ഏത് സൈസിൽ ഇറങ്ങിയാലും ഈ ഒരു ഡിസൈനിന് ഒരു മാർക്കറ്റിൽ ഒരു വൈഡ് ആക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പം അത് ഫുട്ടേജിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ഡയറക്ഷണൽ ഗ്രെയിൻസ് ആണ്. വൈറ്റ് ബേസിനകത്ത് ഗോൾഡൻ ലൈൻസ് അല്ലെങ്കിൽ റസ്റ്റ് ലൈൻസ് ഇങ്ങനെ ഡയഗണലി ഓടുന്ന ഒരു പ്രിന്റ് ആണ്. വൈറ്റ്, മിൽക്ക് വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് കളറാണ്. അതുകൊണ്ട് വളരെ പ്ലസന്റ് ആണ്. പിന്നെ ലൈൻസ് നമുക്ക് പല ലെയർ ഉണ്ട്. ക്ലിയർ ആയിട്ട് കാണുന്ന ബോൾഡ് ലൈൻസും ഉണ്ട്, അതേസമയം ക്ലിയർ ആകാത്ത വേഗ് ലൈൻസും അതിന്റെ ബാക്കിലുണ്ട്. സോ ഇൻ ഓൾ ഒരു 3D എഫക്ട് അല്ലെങ്കിൽ ഒരു ലെയർഡ് ഫീൽ നമുക്ക് ഈ ടൈലിനകത്ത് കിട്ടും, വിച്ച് ഈസ് അമേസിംഗ്. ഈ സെയിം ടൈൽ നമുക്ക് കാർവിംഗിലും ഉണ്ട്. നമ്മൾ മുമ്പോട്ട് ഡിസ്പ്ലേയിലോട്ട് പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അടുത്ത
എൻ്റെ ലെഫ്റ്റിലിരിക്കുന്ന ടൈലാണ് എൻലെസ് മെഡീന ക്രീമ. ഇത് കാർവിംഗ് ടൈലാണ്. ഈ സെയിം ടൈൽ നമുക്ക് പോളിഷ് ഫിനിഷിലും ഉണ്ട്, അത് മുമ്പോട്ട് വരുന്നുണ്ട്. സോ ഒരേ ടൈല് മാറ്റ് ഫിനിഷിലും കാർവിംഗിലും ഉള്ള ഞങ്ങളുടെ കയ്യിൽ 2 കോമ്പിനേഷൻ ഉണ്ട്. ഒന്ന് മെഡീന സീരീസ്, ഒന്ന് സച്ചുവാരിയോ റോക്കും. സോ ഈ ഒരു കോമ്പിനേഷൻ വെക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്ന് വെച്ചാൽ ചില കസ്റ്റമേഴ്സ് വീട്ടിനകത്ത് മുഴുവൻ ഒറ്റ ടൈല് അല്ലെങ്കിൽ ഒറ്റ കളറെ വേണമെന്ന് ആവശ്യപ്പെടുന്നവരായിരിക്കും. അങ്ങനെ വരുമ്പം പ്രായമുള്ളവരുടെ ബെഡ്റൂംസ് അല്ലെങ്കിൽ കിച്ചൺ അങ്ങനെ ഉള്ളിടത്ത് മാറ്റ് ഫിനിഷ് ആഗ്രഹിക്കുന്ന സ്ഥലത്തോട്ട് വരുമ്പോഴത്തേക്ക് അവർ ഡിസൈൻ മാറ്റാൻ നിർബന്ധിതരാകുന്നു. അപ്പം ഒരേ മെറ്റീരിയലിനകത്ത് ഗ്ലോസും കാർവിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് സീംലെസ് ആയിട്ട് ഫിനിഷസ് ചേഞ്ച് ചെയ്യാം. പക്ഷേ വീടിൻ്റെ ലുക്കിൽ ഒരു വ്യത്യാസം വരത്തില്ല. നമുക്കറിയാം വീട് മൊത്തം ഒറ്റ ടൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീടിന് വലിപ്പം ഫീൽ ചെയ്യും. വലിപ്പം മാത്രമാണ് ഞാൻ ഭംഗി കൂടുമെന്ന് പറയുന്നില്ല. ഉള്ള സ്ഥലം ഉള്ളതിനെക്കാട്ടിലും വലുതായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അതിന് 2 ട്രിക്കാണുള്ളത്. ഒന്ന് പോളിഷ് സർഫേസ് യൂസ് ചെയ്യുക, 2 ഒരേ ടൈൽ മാക്സിമം ഫ്ലോറിൽ കവർ ചെയ്യാൻ ഉപയോഗിക്കാം. സോ ദാറ്റ് വാസ് ദ ടിപ്പ്. നമ്മൾ വഴിയിൽ നിന്ന് ഇച്ചിരി മാറി തിരിച്ച് ഇതിലേക്ക് വരാം. എൻലെസ് മെഡീന ക്രീമയുടെ കാർവിങ്ങിനെ കുറിച്ച് 2 വാക്ക് പറയാം. കാർവിംഗ് സ്പെസിഫിക് കാർവിംഗ് ഉണ്ട്, ജനറൽ കാർവിംഗ് ഉണ്ട്. വിച്ച് മീൻസ് സ്പെസിഫിക് കാർവിങ്ങിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് ഒരു മാർബിളിൻ്റെ പ്രിൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് പല എലമെൻറ്റ്സ് ഉണ്ട്. ബേസ് മെറ്റീരിയൽ ഉണ്ട്, അതിനകത്ത് തുരുമ്പിൻ്റെ ലൈൻസ് ഉണ്ട്, മറ്റ് സ്റ്റോൺസിൻ്റെ പാച്ചസ് ഉണ്ട്. അപ്പം യൂണിഫോം ആയിട്ടുള്ള ഒരു കാർവിംഗ് ആണെങ്കിൽ അതാണ് നമ്മൾ ഈ ഷുഗർ ഫിനിഷ് എന്നറിയപ്പെടുന്ന ടൈൽസ്. അപ്പോൾ ഷുഗർ ഫിനിഷ് എന്ന് പറഞ്ഞ് വിടുന്ന ടൈൽസിനകത്ത് ശരിക്കും കാർവിംഗ് സ്പെസിഫിക് അല്ല. അപ്പോൾ സ്പെസിഫിക് കാർവിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു പോകുന്ന ഒരു റെസ്റ്റ് ലൈനിന് ഒരു വേറെ ഫീൽ ആയിരിക്കും, ഇവിടുന്ന് വരുന്ന ഒരു ചെറിയ ലൈനിന് വേറൊരു ഫീൽ ആയിരിക്കും, ഈ പാച്ച് ഇവിടെ ഒരു ചെറിയ പാച്ച് ഉണ്ട്, ഈ പാച്ചിന് ഒരു വേറെ ഫീൽ ആയിരിക്കും. അപ്പം ഡിസൈനിനനുസരിച്ചാണ് പഞ്ചും കാർവിങ്ങും വരുന്നത്. അതാണ് സ്പെസിഫിക് ആയിട്ടുള്ള കാർവിംഗ്. റാൻഡം കാർവിംഗ് അല്ല, ജനറൽ കാർവിംഗിനകത്ത് ഡിസൈൻ താഴെ കിടക്കും, മേളില് കാർവിംഗിന്റെ ലെയർ, അതായത് എപ്പോക്സിയുടെ ഒരു ലെയർ ജനറൽ ആയിട്ട് ഇതിന്റെ പുറത്തിട്ട് അതായത് ജനറൽ ആയിട്ട് ഒരു പ്രിന്റ് അങ്ങ് കൊടുക്കും, ഒരു പഞ്ച് കൊടുക്കും. അപ്പം നമ്മൾ കൈ ഓടിക്കുമ്പം നമുക്ക് ശരിക്കും എന്തൊക്കെയോ അവിടെ ഒരു ബൾജ് ഉണ്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അത് സ്പെസിഫിക് ആയിട്ട് ലൈനിന്റെ പുറത്തൂടെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ എത്രത്തോളം എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് അറിയത്തില്ല. പക്ഷെ ഷോറൂമിൽ വന്ന ഡെഫിനറ്റ്ലി ഞങ്ങൾ ഇത് ചെയ്ത് കാണിച്ചു തരാം. ബട്ട് സ്പെസിഫിക് കാർവിംഗിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈലാണ് മെഡീന ക്രീമ. നേരിട്ട് വന്നാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. വളരെ ബ്യൂട്ടിഫുൾ ആണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് മോണോലിത്ത് കളക്ഷനകത്ത്. സ്വല്പം ഡാർക്കാ, ഓൾമോസ്റ്റ് ബേജ് കളർ, അതിനകത്തെങ്കിലും ക്രീം ഇല്ല. സോ ഇറ്റ്സ് ലൈക്ക് പ്രോപ്പർ ബേജ് ടൈലാണ്. പക്ഷേ ഇതിന്റെ മാർബിളിന്റെ ഡീറ്റെയിൽസ് അൺബിലീവബിൾ ആണ്. ഒറിജിനൽ ഇറ്റാലിയൻ മാർബിൾ നിങ്ങൾ ഒരു 500, 600, 700 രൂപ സ്ക്വയർ ഫീറ്റിന് ഇറ്റാലിയൻ മാർബിൾ കൊണ്ടുവന്നാൽ അത് മാത്രമേ ഇതുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ഒന്നും മെഡീന ക്രീമ കാർവിംഗുമായിട്ട് മാച്ച് ചെയ്യത്തില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ എൻലെസ് ടസ്കൻ സിൽവർ, അതുപോലെ എൻലെസ് ടസ്കൻ ക്രീമ കണ്ടായിരുന്ന ഒരു ഗോൾഡൻ കളർ വിത്ത് ചോക്ലേറ്റ് കളർ ലൈൻസ്. ആൻഡ് ഹിയർ വി ഹാവ് ടസ്കൻ ഗ്രേ വിത്ത് ഗ്രേ ബേസ് ബട്ട് വിത്ത് ദ ഡാർക്ക് ഗ്രേ ആൻഡ് സിൽവർ ഗ്ലിറ്ററിങ്. സോ ഇതും ടസ്കൻ ക്രീമ പോലെ തന്നെ വളരെ അധികം പോപ്പുലറാണ്. ഫ്ലോർ ഇട്ടവർ വളരെയധികം ഹാപ്പിയാണ്. കാണാൻ ബ്യൂട്ടിഫുൾ ടൈല, സ്വല്പം ബിസിയാ. അപ്പോൾ ഒത്തിരി ഗ്രെയിൻസ് ഇഷ്ടപ്പെടാത്തവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇത് ആഗ്രഹിച്ച് വരുന്ന ലൈൻസ്, കൂടുതൽ ഗ്രെയിൻസ് നോക്കി വരുന്ന കസ്റ്റമേഴ്സിന് ഇത് ജാക്ക് പോട്ടാണ്, വേറെ ഒന്നും പറയാനില്ല. ഇനി നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത്, ഞാൻ ഓൾറെഡി കെറോനൈറ്റിൻ്റെ വീഡിയോയ്ക്കകത്ത് ഇതിനെക്കുറിച്ച് ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്. സോ എന്നാലും ഒന്നുകൂടെ പറയാം. ടൈൽ ലോകത്ത് തന്നെ ഒരു ചരിത്രം സൃഷ്ടിച്ച കുറച്ച് ഡിസൈൻസിൽ ഒരു ഡിസൈനാണ് മൈക്കലാഞ്ചലോ എന്നറിയപ്പെടുന്ന നിങ്ങൾ ഈ കാണുന്ന ഡിസൈൻ. ഇത് മൊണോലിത്തും സിംബോളോയും കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഒരു പ്രിന്റാണ്. സിംബോളോ ആണ് ഇത് അപ്രൂവ് ചെയ്ത്, മൊണോലിത്താണ് ഈ ഡിസൈൻ കൺസീവ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഡിസൈൻ എന്തായാലും ഇറങ്ങി. സിംബോളോ എന്ന ബ്രാൻഡിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ഇപ്പോൾ കാശ്മീർ മാർഫിൽ കജാരി എറ്റേണിറ്റിക്ക് എന്തുവാണോ അതാണ് മൈക്കലാഞ്ചലോ സിംബോളോയ്ക്ക്. സോ അതാണ് നമുക്ക് മൊണോലിത്തിൽ, അതിൻ്റെ ഒറിജിനൽ മാനുഫാക്ചറർ മൊണോലിത്ത് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിൻ്റെ ഇടയിൽ തന്നെ ഞാൻ എവിടെയൊക്കെ ഈ ടൈൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കെറോനൈറ്റിൽ ഇത് 4x2 അവൈലബിൾ ആണ്. മൊണോലിത്തിൽ നമുക്ക് 160/80 അവൈലബിൾ ആണ്. മൊണോലിത്തിൽ തന്നെ പോർഷ് ഫിനിഷിൽ ഇത് 6x4 സൈസിൽ ഞാൻ കഴിഞ്ഞ മാസം ഈ ഒരു സൈറ്റിൽ കൊടുത്തു. ആ ജെന്റിൽമാൻ എന്നെ ഇങ്ങോട്ട് ഒരു ദിവസം വൈകിട്ട് വിളിച്ചു, എന്നോട് 5 മിനിറ്റ് സംസാരിച്ചു, താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് മാത്രം. അതായത് ഈ ടൈല് കാണിച്ച് ഇത് അവർക്ക് സെലക്ട് ചെയ്ത് ഇത് അവർക്ക് സമയത്തിന് എത്തിച്ചു കൊടുത്ത് അത് വിരിച്ച് അതിന്റെ സന്തോഷത്തിൽ പുള്ളി താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് മാത്രം എന്നെ വിളിച്ചു. എനിക്ക് ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യമായി ഞാൻ കസ്റ്റമേഴ്സ് വിളിക്കാറുള്ളൂ. പക്ഷേ ഈ വർഷം വന്ന് കുറച്ച് കോൾസിൽ ഒരു കോൾ ഇതിന്റെ 6x4 മാറ്റ് ഫിനിഷിന് വേണ്ടിയിട്ടായിരുന്നു. സോ എവിടെ കൊടുത്തിട്ടുണ്ടോ എൻ്റെ റിലേറ്റീവ്സിന്റെ തന്നെ എൻക്വയറീസ് വരും. അപ്പോൾ അവർ എൻ്റെ പുറത്തങ്ങ് വിടും, നിങ്ങൾ സെലക്ട് ചെയ്തോ, ഞങ്ങളൊന്നും പറയുന്നില്ല, നല്ലത് നോക്കി. അപ്പോൾ എൻ്റെ ചോയ്സ് എപ്പോഴും മൈക്കലാഞ്ചലോ ആയിരിക്കും. സോ ഇതാണ് ഈ ഒരു ടൈലിന്റെ അല്യൂർ, അതാണ്. അതായത് ഇതിനെ ആർക്കും ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ ആവില്ല. സോ നമുക്കും റിസ്ക് കുറവാണ്. കാരണം അങ്ങനത്തെ ഒരു ജനറലി ലൈക്ഡ് മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ബ്യൂട്ടിഫുൾ ആ ലേയേർഡ്
ലെയർഡ് ഡിസൈൻ ഉള്ള ലെയർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ റസ് ലൈൻ ബോൾഡ് ആണെങ്കിൽ സബ്ഡ്യൂഡ് ആയിട്ടുള്ള ലൈൻസ് ഇവിടം വരെ ഉണ്ട്, പിന്നെ ഒരു ബോൾഡ് കയറി വരുന്നത്. സോ എൻറ്റയർറ്റിയിൽ ഒരു 3D എഫക്ട് ഇതിനകത്തുണ്ട്. വളരെ സട്ടിലാണ്, വളരെ എലിഗന്റ് ആണ്. സോ ഡെഫിനറ്റ്ലി ഫുൾ വീട് വിരിക്കാൻ പറ്റിയ ഒരു ടൈലാണ്. അടുത്ത നമുക്ക് വരാം ബ്രേസിയ അറോറ. ഏതൊരു ടൈൽ കടയുടെയും സ്റ്റേപ്പിൾ ആയിട്ടുള്ള ഡിസൈൻസിൽ ഒന്നാണ് ബ്രേസിയ അറോറ. ബ്രേസിയ അറോറ ഓരോ കമ്പനിക്കും മാറി മാറി വരും. അപ്പൊ എന്റെ പേഴ്സണൽ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല ബ്രേസിയ അറോറ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആറേക്കയാണ്. അപ്പൊ അത് ആറേക്കയുടെ ഞാൻ 8x4 കണ്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു 6x4 ഞാൻ കണ്ടിട്ടുണ്ട്. 160/80 ഞാൻ ഓർക്കുന്നില്ല. ബട്ട് വട്ട് എവർ ഇറ്റ് ഈസ്, ബ്രേസിയ അറോറയുടെ ലൈറ്റ് ഷെയ്ഡിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഇന്ത്യയിലുള്ളത് ആറേക്കയല്ല. അത് എന്റെ ഡിസ്പ്ലേയിൽ ഇല്ല, കാരണം ഞാൻ ഇതുവരെ ആറേക്കയുടെ വലിയ സൈസ് എടുത്ത് തുടങ്ങിയിട്ടില്ല. സോ ഞങ്ങൾ സ്മോൾ സൈസിന്റെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ വളരെ പെട്ടെന്ന് ബിഗ് സൈസിലേക്ക് പോകും. അന്നേരം ഡെഫിനറ്റ്ലി ബ്രേസിയ അറോറ എന്റെ ആദ്യത്തെ ചോയ്സ് ആയിരിക്കും ആറേക്കയിൽ. പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മൊണോലിത്തിനെ കുറിച്ചാണ്. മൊണോലിത്തിന്റെ ബ്രേസിയ അറോറ, മൊണോലിത്തിന്റെ ഒരു പെർസെപ്ഷൻ കുറച്ചുകൂടെ ഡാർക്ക് ബേജ് കളറാണ്. അപ്പൊ ഡാർക്ക് ബേജിനകത്ത് ചെറിയ പാച്ചസ് ആണ്. സോ കജാരിയ എറ്റേണിറ്റിക്ക് ഓൺ ദി അതർ ഹാൻഡ് ഏറ്റവും പാച്ചി ആയിട്ടുള്ള ഡിസൈൻ കജാരിയ എറ്റേണിറ്റിയിലാണ് ബ്രേസിയ അറോറ കിട്ടുന്നത്. ആബ്സല്യൂട്ട്ലി വൈൽഡ് ബ്രേസിയ അറോറ ആണ് കജാരിയയുടെ ബ്രേസിയ അറോറ. സോ അത് പക്ഷെ പേഴ്സണലി എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്തെ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ബ്രേസിയ അറോറ ഇങ്ങനെ ചെറിയ പാച്ചസിൽ ചെറിയ ബ്ലോക്സിൽ വരുമ്പോൾ അതിന്റെ ഒരു ഭംഗി എന്തോന്ന് വെച്ചാൽ, അതിന്റെ ഒരു യൂസ് എന്തോന്ന് വെച്ചാൽ, ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്കൊരു ജനറൽ ഫ്ലോറിംഗ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പക്ഷേ മൊണോലിത്ത് ഇത് കുറച്ചുകൂടെ ലൈറ്റ് ആക്കിയിരുന്നെങ്കിൽ, ഇത് കുറച്ചുകൂടെ ഇതിന്റെ പകുതി കളറ് ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ ടൈൽ ഇതിനെക്കാട്ടിലും പല മടങ്ങ് ബ്യൂട്ടിഫുൾ ആയനെ. ഇൻ ഇറ്റ് സെൽഫ് ബെസ്റ്റ് സെല്ലർ ആണ്, നല്ല രീതിയിൽ സെയിൽ ആവുന്നുണ്ട്. പക്ഷേ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കുറച്ചുകൂടെ ലൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയത്. എന്നാൽ നമുക്ക് വേണം മെഡീന സിൽവർ പോളിഷ്. മെഡീന സിൽവർ പോളിഷിനെ കുറിച്ച് പറയുമ്പോൾ മെഡീന ക്രീമ പറയുന്ന സമയത്ത് ഞാൻ പറയാം, വേറൊരു ലൈറ്റ് ഡാർക്ക് ടൈലിന്റെ ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോൾ ഞങ്ങൾ ബാത്റൂം കൺസെപ്റ്റിന് വേണ്ടിയിട്ട് ലൈറ്റും ഡാർക്കും മെയിൻറ്റെയിൻ ചെയ്യും. സോ ഇതിന് സ്ലേറ്റ് ഗ്രേ കളർ എന്ന് പറയുമ്പോൾ സ്ലേറ്റ് ഗ്രേ ബേസിനകത്ത് ബ്രൗൺ പാച്ചസ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ടൈലാണ്. കുറച്ച് വീടുകൾക്ക് മെയിൻ ഫ്ലോർ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ജനറലി സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ടൈലാണ്. ഇങ്ങോട്ട് വന്ന മൊണോലിത്തിന്റെ 2 സ്റ്റാച്വാരിയാണ് ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. അതിൽ ഒരു സ്റ്റാച്വാരിയോ ആണ് എൻലെസ്റ്റ് സാച്വാരിയോ ആന്റിഗോ. സാച്വാരിയോ ആന്റിഗോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എക്സ്ട്രാ കോൺട്രാസ്റ്റ് ഉള്ള ഒരു സാച്വാരിയോ ആണ്. അപ്പൊ സാച്വാരിയോ നമുക്കറിയാം ഏതൊരു ടൈല് കടയിലെയും സ്റ്റേപ്പിൾ മെറ്റീരിയൽ ആണ്. സാച്വാരിയോ ഇല്ലാത്ത ഒരു സീരീസും കാണത്തില്ല ഒരു കമ്പനിയുടെ. സോ സാച്വാരിയോ ഇതിനകത്ത് നമുക്ക് 2 പ്രത്യേകതയുള്ള, ഒന്ന് ഇതിന്റെ ലൈൻസ് വളരെ ബോൾഡ് ആണ്. ഈ ബ്ലാക്ക് കളർ വൈറ്റിൽ നിന്ന് നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയാണ്. സെക്കൻഡ് തിങ് എന്തോന്ന് വെച്ചാൽ, ഈ ലൈൻസ് ഡയഗണലി അല്ല പോകുന്നത്. അപ്പൊ ഇത് പാർഷ്യലി ഡയഗണലി പോകുന്നത്, നേരെ ഓൾമോസ്റ്റ് വെർട്ടിക്കൽ ആയി ലൈൻ പോകുന്നത്. പക്ഷെ വെർട്ടിക്കൽ അല്ലാന്നേ ഉള്ളൂ, ഒരു ചെറിയ ചെരുവേ ഉള്ളൂ. സോ വേറൊരു സാച്വാരി വളരെ പോപ്പുലർ ആയിട്ടുള്ളത് വെച്ചാൽ ലൈൻ ആക്ച്വലി ഡയഗണലി ലൈൻസ് മൂവ് ചെയ്യും. അപ്പം ഇതിനകത്ത് അങ്ങനല്ല, വളരെ യുണീക്ക് ആണ്. പക്ഷെ ഞങ്ങൾ ടൈൽസ് ഫ്രീക്വന്റ്ലി കാറ്റലോഗ്സ് റെഫർ ചെയ്യുന്നത്. സോ കാറ്റലോഗ്സിൽ ഇത് വളരെ കോമൺ ആണ്. പക്ഷെ ഡിസ്പ്ലേയിൽ ഡീലേഴ്സ് പൊതുവെ ഈ വെർട്ടിക്കൽ ലൈൻസ് വെക്കാറില്ല. പക്ഷെ എനിക്ക് ഇതിനു മുമ്പ് നിറ്റ്കോയിൽ ഇത് വെച്ച് നല്ല പരിചയം ഉണ്ടായിരുന്നു. റീഗൽ സ്റ്റാച്വാരിയോ എന്ന് പറയുന്ന ഇതിന്റെ സെയിം ടൈല് നിറ്റ്കോയിൽ ഉണ്ടായിരുന്നു. അത് നല്ല അക്സെപ്റ്റൻസ് ആയിരുന്നു കൊല്ലം മാർക്കറ്റിൽ. സോ ഇത് കണ്ടപ്പം എനിക്ക് തോന്നി ഇത് വർക്കൗട്ട് ആവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എൻലെസ് സ്റ്റാച്വാരിയോ ആന്റിക്കോ ഇവിടെ കളക്ട് ചെയ്തേക്കുന്നത്. ഇത് കൂടാതെ വേറൊരു സ്റ്റാച്വാരിയും കൂടെ ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും. സോ ഇനി അടുത്ത ടൈൽ ഇവിടെ ഇരിക്കുന്നത് ബൈഫാർ ഞാൻ ടൈൽ ബിസിനസ്സിൽ വന്നെടുത്ത ഏറ്റവും വലിയ റിസ്ക് പേ ഓഫ് ചെയ്തത് അതിന്റെ കഥയാണ്. അപ്പം ഇതാണ് നമുക്ക് ബെൽഫാസ്റ്റ് ക്രീം എന്ന് പറയുന്ന ടൈല്. ക്രീം ബേസ് ആണ്, പക്ഷെ ഗ്രേഡഡ് ക്രീം, അതായത് പ്ലെയിൻ ക്രീം കളർ അല്ല. ഈ ക്രീം തന്നെ ഗ്രേഡഡ് ആണ്. അപ്പൊ എൻഡിൽ ഉള്ളതിനെക്കാട്ടിലും ഈ പോയിന്റ് കുറച്ച് ഡാർക്ക് ആണ്. സോ ഗ്രേഡഡ് ക്രീമിനകത്ത് നമുക്ക് വളരെ ഫൈൻ ലൈൻസ് ഇതിനകത്ത് കാർവിംഗിൽ കിട്ടിയേക്കുന്നത്. അപ്പൊ ഈ ലൈൻസ് എല്ലാം നമുക്ക് കൈകൊണ്ട് ഫീൽ ചെയ്യാം. സോ ഇറ്റ്സ് ലൈക്ക് ഇന്റൻസ് കാർവിംഗ് ആണ്, സ്പെസിഫിക് കാർവിംഗ് ആണ്, ജനറൽ കാർവിംഗ് അല്ല. അപ്പൊ ഓരോ ലൈനും എത്ര ചെറുതാണെങ്കിലും മുടിയുടെ കനത്തിലുള്ള ലൈൻസ് വരെ ഇതിനകത്തുണ്ട്. അതും കാർവ് ചെയ്ത് അതിനെ കളർ ഫില്ല് ചെയ്തേക്കുക. സോ ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ശരിക്കും ഈ ടൈൽസിലേക്ക് നോക്കുമ്പോൾ ഈ കാണുന്ന മൊത്തം കളക്ഷൻ ഒരു സൈഡും ഇതൊരു സൈഡുമാണ്. പക്ഷേ ഇത് ഞാൻ പേഴ്സണലി ഈ ടൈല് കാണാതെ ഞാൻ കാറ്റലോഗ് നോക്കി ഓർഡർ ചെയ്ത ടൈലാണ്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് പേ ഓഫ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ലാഭം എടുത്ത് ഇത് വിൽക്കാൻ പറ്റി എന്നുള്ളതല്ല. നമ്മൾ വളരെ നോമിനൽ മാർജിനിലാണ് ഇവിടെ സാധനങ്ങൾ വിൽക്കുന്നത്. ഈ സാധനത്തിന് നിങ്ങൾ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അതിശയമാവും. റേറ്റ് വളരെ നോമിനൽ ആണ്. പക്ഷേ ആസ് എ കമ്പനി പോളിസി നമ്മൾ റേറ്റ്സ് ഡിസ്കസ് ചെയ്യാറില്ല. ബട്ട് ഇതിനകത്ത് പേ ഓഫ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇത് വിരിച്ച
കസ്റ്റമേഴ്സ് തിരിച്ച് കടയിൽ വരുമ്പം അവരുടെ മുഖത്തുള്ള സന്തോഷം അല്ലെങ്കിൽ അവർ നമ്മളോട് പറയുന്ന അഭിപ്രായം ഇട്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് ഞാൻ കാണുന്നത്. വളരെ കുറച്ച് ടൈൽസ് ഈ കടയിലുള്ളൂ അങ്ങനെ ഒരു സന്തോഷം കസ്റ്റമേഴ്സിന്റെ മുഖത്ത് വരുന്നത്. അതിലൊന്നാണ് ബെൽഫാസ്റ്റ് ക്രീമ. ചെറിയ ലോട്ട് ആദ്യത്തെ പോയി നല്ല രീതിയിൽ സെല്ലായി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ സെക്കൻഡ് ലോട്ട് ഹ്യൂജ് ഒരു ലോട്ട് എടുത്ത് ഈവൻ കമ്പനിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് തെറ്റി എഴുതിയതാണോ ഓർഡർ അതോ കാര്യമായിട്ട് ഇത്രയും വേണോ നിങ്ങൾക്ക്? ഞാൻ ഇല്ല, കാര്യമായിട്ട് തന്നെ വേണം. അപ്പോൾ ആ ലോട്ടും തീരാറായി, ഓൾമോസ്റ്റ് ക്ലോസിംഗ് ആണ്. നമുക്ക് ഇവിടെ ഫിഗേഴ്സ് ഇവിടെ കാണാം അപ്ഡേറ്റഡ്. വളരെ ബ്യൂട്ടിഫുൾ ടൈലാണ്. ഇനി ജനുവരിയിൽ നമ്മൾ ഇതിന്റെ തന്നെ ബെൽഫാസ്റ്റ് വൈറ്റും ആഡ് ചെയ്യാൻ പോകും. വൈറ്റ് വരുമ്പോൾ ഗ്രേഡഡ് വൈറ്റ് ഓഫ് വൈറ്റ് ബേസിനകത്ത് സിൽവർ ലൈൻസ് വരും. ഇപ്പം നമ്മൾ ഗ്രേഡഡ് ക്രീം ബേസിനകത്ത് നമ്മൾ ഒരു ടോപ്പേ കളറിന്റെ ലൈൻസ് ആണ് ഇതിനകത്ത് കാണുന്നത്. എന്നിട്ട് ആ ലൈൻസിനകത്തെല്ലാം അകത്തൊരു ഗ്ലിറ്ററിംഗും ഉണ്ട്. ബെൽഫാസ്റ്റ് ക്രീം അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കണ്ണു അടച്ച് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ പോളിഷ്ഡ് അല്ല മാറ്റാ നോക്കുന്നതെങ്കിൽ, ക്രീം കളറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി. ഇനിയിപ്പോൾ ക്രീം അല്ല ഗ്രേ ആണെങ്കിലും ബെൽഫാസ്റ്റ് വൈറ്റ് ഈസ് അവൈലബിൾ ഇൻ ജനുവരി. അടുത്ത നമ്മൾ നേരത്തെ സാച്ചുവാരിയോ റോക്കിന്റെ പോളിഷ് ഫിനിഷ് നമ്മൾ അവിടെ കണ്ടു. അതിന്റെ തന്നെ കാർവിംഗ് ഫിനിഷ് ആണ്. കാർവിംഗ് ഫിനിഷിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. വളരെ സ്മൂത്ത് സർഫേസ് ആണ്. ലൈൻസ് എല്ലാം നമുക്ക് കൈകൊണ്ട് ഫീൽ ചെയ്യാം. ഒരുപാട് ഡീപ്പ് കാർവിംഗ് അല്ല, വളരെ ലൈറ്റ് കാർവിംഗ് ആണ്. പക്ഷേ ഓരോ ലൈൻസും നമുക്ക് ഇവിടെ പാച്ചസ് ഫീൽ ചെയ്യാൻ പറ്റും. സോ അമേസിങ്. ഈ ഇടയ്ക്ക് ഒരു പള്ളി, ഒരു 100 വർഷത്തിൽ അധികം പഴക്കമുള്ള ഒരു പള്ളി കമ്മിറ്റി, ക്രിസ്ത്യൻ പള്ളി, അവരിത് ആക്സെപ്റ്റ് ചെയ്തു, ഫൈനൽ ചെയ്തു, ഇത് അവിടെ വിരിച്ചു. വളരെ ഹാപ്പിയാണ്. ശരിക്കും ആ പള്ളിയുടെ ഒരു തനത്തായ ഒരു ആംബിയൻസ് ഈ മാർബിളിന് അല്ലെങ്കിൽ മാർബിളിന്റെ പ്രിന്റ് ഉള്ള ടൈലിന് തിരിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഫൈനലി നമ്മൾ വന്നിരിക്കുന്ന മെഡീന ക്രീമ. മെഡീന ക്രീമയുടെ കാർവിങ്ങിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു കുറച്ച് മുമ്പ്. ഇത് അതിന്റെ പോളിഷ്ഡ് വെർഷൻ ആണ്. ഒന്നും പറയാനില്ല. പാച്ച്ഡ് മാർബിൾ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ മെഡീന ക്രീമയ്ക്ക് അപ്പുറത്തോട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അഗൈൻ എനിക്ക് ഇവരോട് പറയാനുള്ള ഇതാണ്, മെഡീന ക്രീമ ഒരു സ്റ്റോപ്പും കൂടെ ലൈറ്റ് ആയിരുന്നെങ്കിൽ ഇത് അമേസിങ് ടൈലായിരുന്നു. ഒരു സ്റ്റോപ്പ് ഡാർക്കാണ്. പക്ഷേ നമ്മൾ അൺബ്രാൻഡഡ് ടൈൽസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അൺബ്രാൻഡഡ് ടൈൽസ് അല്ലെങ്കിൽ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ മേടിക്കുന്ന കസ്റ്റമേഴ്സ് പൊതുവെ അവർ കുറച്ച് നിറം ആഗ്രഹിക്കുന്നവരാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം ഇതിനകത്ത് കളർ ഇത്രയും കൂടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇതേ സെയിം മെറ്റീരിയൽ കജാരിയ പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല സിംബോളോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ്ലി ഇതിനകത്തുനിന്ന് ഞാൻ പറയുന്ന പോലെ ഒരു സ്റ്റോപ്പ് കളർ കുറയ്ക്കും. പക്ഷേ ഇവിടെ കളർ സ്വല്പം കൂടുതലാണ്, പക്ഷേ ഒട്ടും മോശമല്ല. വാട്ട് എവർ ഇറ്റ് ഈസ് വെരി ഹൈ ക്വാളിറ്റി ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മുടെ ടൈലാണ് ഓഷ്യൻ ഐസ്. ഓഷ്യൻ സ്കൈ നമ്മൾ അക്വാ ഗ്രീൻ കളറിലെ ആദ്യം വീഡിയോയിൽ കണ്ടായിരുന്നു. ഇത് അതിന്റെ ഓഫ് വൈറ്റ് വെർഷൻ ആണ്. വളരെ സിമ്പിൾ ആണ്. ഒനിക്സ് ആണ്. സോ ഏതൊരു ടൈല് കടയിലും സ്റ്റേപ്പിൾ ആയിട്ട് വേണ്ട 3-4 സാധനങ്ങളിൽ ഒരു സാധനമാണ് ഒനിക്സ്. അപ്പം മോണോലിറ്റിലെ ഒനിക്സിന്റെ രാജാവാണ് നമ്മുടെ ഓഷ്യൻ ഐസ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ലോഡിൽ വന്ന സാധനമാണ്. ഇന്ന് വരെ എനിക്കിത് മാറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഹോപ്പ്ലെസ്ലി ബ്യൂട്ടിഫുൾ ടൈലാണ്. ബ്രാൻഡ്സിൽ പോലും ഇത്രയും നല്ല ഒരു ഒനിക്സ് ഇല്ല. അപ്പം അത് അങ്ങനെ തന്നെ പറയാം. അതിനകത്ത് വേറെ ഒന്നും കലർത്തേണ്ട കാര്യമില്ല. ബ്യൂട്ടിഫുൾ ഒനിക്സ് ആണ്. പിന്നെ ഫുള്ളി ഗ്യാരണ്ടീഡ് ആണ്. സിംബോളോ പോലത്തെ വലിയ കമ്പനിക്ക് ജോബ് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ദാറ്റ് ഈസ് ഓഷ്യൻ ഐസ് ഫോർ യു. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതാണ് മാറ്റ് ഫിനിഷ്. മാറ്റ് ഫിനിഷിനകത്ത് എന്നെ മൊണോലിത്തിന്റെ ഫസ്റ്റ് കാറ്റലോഗ് ഞാൻ കണ്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, ഞാൻ ആക്ച്വലി ഇതിന്റെ ഫിസിക്കൽ പീസസ്, ചെറിയ പീസസ് ഇതിന്റെ കയ്യിലുണ്ടായിരുന്ന സെയിൽസ്മാൻ്റെ. അപ്പോൾ അത് കണ്ട് ഈ 2 നിറങ്ങളോടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഇംപ്രസ്ഡ് ആയി. ഹെൽപ്ലെസ്ലി എനിക്ക് ഈ ടൈൽ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നത് മെറ്റിക് ക്രീമ ആൻഡ് മെറ്റിക് ക്യാമൽ എന്ന് പറയുന്ന ഈ 2 കളർ കൊണ്ടാണ്. എസ്പെഷ്യലി മെറ്റിക് ക്യാമൽ. അപ്പോൾ ക്യാമൽ നിന്ന് പേരിട്ടത് ഒരു പക്ഷേ ക്യാമലിന്റെ ഒരു കളറാണ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡിന്, അതുകൊണ്ടായിരിക്കും. പക്ഷേ ബേസിക്കലി ഇതും ക്യാമലുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് ചെയിൻ കോൺക്രീറ്റ് അല്ലെങ്കിൽ അൺഫിനിഷ് ഫ്ലോർ ലുക്കിന്റെ വളരെ സട്ടിലായിട്ടുള്ള ഒരു വേരിയേഷൻ ആണ്. ആർക്കും ഇത് ഇഷ്ടപ്പെടും. നമുക്ക് മെയിൻ ഫ്ലോർ ആയിട്ട് പോകുന്ന ഒരു ടൈലാണ്. ബാത്റൂംസിന് പിന്നെ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ബാത്റൂമിന്റെ ഒരു ഫുട്ടേജും നമ്മൾ ഇപ്പം ഈ പറഞ്ഞു കഴിഞ്ഞ് കാണിക്കും. ഇത് വെച്ച് ബാത്റൂം ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. So that is cream color and brown color in smooth matte finish. Smooth matte ആണ്, ഒട്ടും ഹാർഡ് മാറ്റ് അല്ല. ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. Now last but not the least, കാലഘട്ടത്തിന്റെ നിറമാണ്, കാലഘട്ടത്തിന്റെ പ്രിന്റ് ആണ്. അപ്പൊ കാലഘട്ടത്തിന്റെ നിറവും പ്രിന്റും ചേർന്ന് വരുമ്പം അത് എന്തോ ആവെന്ന് ചോദിച്ചാൽ അത് മാജിക് ആണ്. അതാണ് മോണോലിത്തിന്റെ മെറ്റിക് ഗ്രേയും മെറ്റിക് വൈറ്റ്. അപ്പൊ മെറ്റിക് സീരീസിന്റെ ബ്രൗണും ബേജും ഞാൻ പറഞ്ഞു, എന്റെ ഫേവറേറ്റ് അതാണ്. പക്ഷേ കാലഘട്ടത്തിന്റെ ചോയ്സ് ആണ് ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ കോമ്പിനേഷൻ. ഗ്രേസ് നമുക്കറിയാം കളേഴ്സ് ഇൻഫിനിറ്റ് ആണ്. നമുക്ക് ചൂസ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ അന്ന് നമ്മൾ അതിന്റെ സ്പെക്ട്രം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട് ഗ്രേക്കകത്ത്, ഇൻഫൈനൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട് ഓഫ് വൈറ്റിനകത്ത്. പക്ഷേ ഈ ഇൻഫൈനൈറ്റിനകത്ത് 1-2 ഷെയ്ഡേ ഒരു കമ്പനിക്ക് എടുക്കാൻ പറ്റും.
പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഷെയ്ഡ് മോണോലിത്ത് ലോക്ക് ചെയ്തേക്കുന്ന ബ്യൂട്ടിഫുൾ ഡാർക്ക് ഗ്രേയും, ഇത് ആക്ച്വലി ഒരു ബ്ലൂയിഷ് ഗ്രേ ഷെയ്ഡാണ്, ഇത് ഒരു ബ്ലൂയിഷ് ലൈറ്റ് ഗ്രേ ആണ്. അപ്പോൾ സോ ഒരു ബ്ലൂയിഷ് ടിഞ്ച് ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് പേഴ്സണലി ഇത് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ ഒരു കാലത്ത് ഈ രണ്ട് ടൈല് മാത്രം വെച്ച് ഒരു വീട് മൊത്തം ചെയ്താലും ആരും ഒന്നും പറയത്തില്ല. ഇറ്റ് വിൽ ലുക്ക് വെരി കണ്ടംപററി, വെരി ഫ്രഷ്. സോ മെറ്റിക് ഗ്രേ ആൻഡ് മെറ്റിക് വൈറ്റ് ഫോർ യു. സോ ഇതോടെ നമ്മുടെ മോണോലിത്തിന്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ഇവിടെ തീരുന്നു. മെറ്റീരിയൽസ് എത്ര സ്ക്രീനിൽ കണ്ടാലും അതിന് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. നേരിട്ട് ഷോറൂമിൽ വരിക, നേരിട്ട് ഒരു ടൂർ ഞങ്ങൾ തരും. മോണോലിത്തിന്റെ മൊത്തം പ്രൊഡക്ട്സ്, മോണോലിത്ത് മാത്രമല്ല, അറൈക്കെ, കജാരിയ, നിറ്റ്കോ, ഗ്രാവിറ്റി, എവറിത്തിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ ഇതിനെക്കാട്ടും നല്ല കണ്ടന്റുമായിട്ട് ഇനിയും വരാം. ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണം. കമന്റ്സിന് ഞങ്ങൾ കാത്തിരിക്കും.